മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റ് സിലബസിൽ ആദ്യത്തെ ഒരു 5 മൊഡ്യൂൾസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, which scientist first observed microorganism using a simple microscope? Okay, simple microscope വെച്ചിട്ട് ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ ലൂയി പാസ്റ്റർ, ഓപ്ഷൻ ബി റോബർട്ട് കോക്ക്, സി ആന്റണി വാൻ ലീവൻഹുക്ക്, ഡി എഡ്വേർഡ് ജെന്നർ. കറക്റ്റ് ആൻസർ ഏതാണ്? ആന്റണി വാൻ ലീവൻഹുക്ക് ആണ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട്, സിമ്പിൾ ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസംസിനെ എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. ഓക്കെ, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത്. ഓക്കെ, ഈ ആന്റണി വാൻ ലീവൻഹുക്കിന്റെ ഒരു ഹോബി ആയിരുന്നു ഈ ലെൻസ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. ഹി വാസ് എ ഡ്രൈപ്പ്, ഈ കർട്ടനൊക്കെ തുന്നുന്ന ആളായിരുന്നു ഈ ആന്റണി വാൻ ലീവൻഹുക്ക്. അപ്പം ആദ്യമായിട്ട് ലെൻസിൽ കൂടി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസംസിനെ ഹി കോൾഡ് ഇറ്റ് ആസ് ലിറ്റിൽ ആനിമൽക്യൂൾസ് എന്നാണ് നെയിം ചെയ്തത്. ഓക്കെ, അപ്പം ആന്റണി വാൻ ലീവൻഹുക്ക് is the first scientist who observed microorganism using a simple microscope. Okay. ബാക്കി എഡ്വേർഡ് ജെന്നർ എന്താ, വാക്സിൻ ആണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ റോബർട്ട് കോക്കിനും ലൂയി പാസ്റ്ററിനും കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. റോബർട്ട് കോക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ്, കോച്ച് പോസ്റ്റ്ലേറ്റ് പറയുന്നുണ്ട്. പിന്നെ ലൂയി പാസ്റ്റർ ആണെങ്കിൽ എന്താണ്, ഓട്ടോക്ലേവിങ്, ഹോട്ട് എയർ ഓവൻ പോലെയുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ജേം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവർക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a key difference between prokaryotic and eukaryotic cell? Okay, പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പ്രോകാരിയോട്ടിക്സ് ഹാവ് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്, യൂകാരിയോട്സ് lack ribosomes, prokaryotes lack a true nucleus, eukaryotes lack DNA. കറക്റ്റ് ആൻസർ ഏതാണ്? പ്രോകാരിയോട്ടിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ല അല്ലേ. അപ്പൊ ഈ പ്രോകാരിയോട്സിന് എന്താണ്, ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല. ബട്ട് യൂകാരിയോട്സിന് എന്തുണ്ട്, ഈ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു, പ്രോകാരിയോട്ട് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളത്, അപ്പൊ അത് തെറ്റാണ്. പിന്നെ യൂകാരിയോട്സിന് റൈബോസോംസ് പ്രസന്റ് ആണ് അല്ലെ, റൈബോസോംസ് ഉണ്ട്. അതുപോലെ തന്നെ യൂകാരിയോട്സിന് DNA ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് പ്രോകാരിയോട്സ് lack a true nucleus. Robert Koch is best known for option A, discovering penicillin, B, proved the role of specific microbes in a disease, option C, inventing the vaccines, then option D, observing the protozoa. റോബർട്ട് കോച്ചിനെ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്? റോബർട്ട് കോച്ച് എന്താ ചെയ്തത്, കോച്ച് പോസ്റ്റ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പൊ കോച്ച് പോസ്റ്റ്ലേറ്റിനകത്ത് 4 പോസ്റ്റ്ലേറ്റ്സ് പറയുന്നുണ്ട്. അതായത് ഒരു മൈക്രോ ഓർഗാനിസംസിന് ഒരു ഡിസീസിൽ ഉണ്ടാക്കുന്ന റോള് എന്തൊക്കെയാണെന്നാണ് ആ ഒരു 4 പോസ്റ്റ്ലേറ്റ് വഴി പുള്ളി പ്രൂവ് ചെയ്തത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, പ്രൂവിങ് ദ റോൾ ഓഫ് സ്പെസിഫിക് മൈക്രോബ്സ് ഇൻ എ ഡിസീസ്. ഓക്കെ, പെനിസിലിൻ ഇൻവെന്റ് ചെയ്തത് ആരാണ്? ഫ്ലെമിംഗ് ആണ്, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓപ്ഷൻ സി എന്തായിരുന്നു, ഇൻവെന്റിംഗ് ദ വാക്സിൻ, അത് എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൂവിംഗ് ദ റോൾ ഓഫ് സ്പെസിഫിക് മൈക്രോബ്സ് ഇൻ എ ഡിസീസ്. Alexander Fleming is credited with discovering option A, streptomycin, tetanus toxoid, penicillin, bacillus anthracis. ഓക്കെ, ഇതിനകത്ത് സ്ട്രെപ്റ്റോമൈസിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. അതുപോലെ തന്നെ പെനിസിലിനും ഒരു ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, പിന്നെ TT എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് വാക്സിൻ. ദെൻ ബാസിലസ് ആന്ത്രാസിസ് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്താ കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചാണ്. അപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഇസ് പെനിസിലിൻ. ഓക്കെ, സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഡിസ്കവറിംഗ് പെനിസിലിൻ. ഓക്കെ, എന്താണ്, പെനിസിലിയം ക്രൈസോജിനത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ പെനിസിലിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ആൻഡ്
അതിൽ നിന്നാണ് നമ്മൾ പിന്നീടുള്ള ആന്റിബയോട്ടിക്സ് എല്ലാം കണ്ടുപിടിക്കുന്നതും ആന്റിബയോട്ടിക് എറ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ അലക്സാണ്ടർ ഫ്ലെമിങ്സിന്റെ ഈ പെനിസിലിൻ ഡിസ്കവറിയോട് കൂടിയാണ്. ഓക്കെ, Edward Jenner is associated with option A tuberculosis diagnosis, B smallpox vaccination, C gram staining and D DNA fingerprinting. Okay, Edward Jenner is the vaccine കണ്ടുപിടിച്ച ആളാണ് അല്ലേ. അപ്പം സ്മോൾ പോക്സ് വാക്സിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് എഡ്വേർഡ് ജെന്നർ. ജെന്നർ ഡെവലപ്പ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ വാക്സിൻ അഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്. എങ്ങനെയാണ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്? കൗപോക്സ്, അതായത് വാക്സീനിയ വൈറസിനെ വെച്ചിട്ട് ലൈവായിട്ടുള്ള വാക്സീനിയ വൈറസിനെ ഇഞ്ചക്ട് ചെയ്തു, ഇൻഫെക്ഷൻ ഇല്ലാത്ത ആൾക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പോൾ അത് തമ്മിൽ ക്രോസ് റിയാക്ട്, അതായത് വേരിയോളയും വാക്സീനിയും, വേരിയോള എന്ന് പറയുന്നതാണ് സ്മോൾ പോക്സ് കോസ് ചെയ്യുന്ന വൈറസ്, അതും വാക്സീനിയും തമ്മിൽ ക്രോസ് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് വാക്സീനയ്ക്കെതിരെ എടുക്കുന്ന ആന്റിബോഡീസ്, എതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ഈ സ്മോൾ പോക്സ് വൈറസിന്റെ ആന്റിബോഡീസിന് ആയിട്ടും, അതായത് സ്മോൾ പോക്സ് വൈറസിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എന്ത് കാണും? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വാക്സിൻ എടുത്തത് വഴി. അപ്പോൾ ആന്റിബോഡീസ് റിയാക്ട് ചെയ്യുകയും നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എഡ്വേർഡ് ജെന്നർ ആണ് സ്മോൾ പോക്സ് വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്തത്. ഹി യൂസ് കൗപോക്സ് വൈറസ്, അതായത് വാക്സീനിയ വൈറസിനെ വെച്ചിട്ടാണ് ഈ സ്മോൾ പോക്സ് വാക്സിൻ പ്രിപ്പയർ ചെയ്തത്. ഒരു ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണ്. ഓക്കെ, ട്യൂബർക്കുലോസിസ് ഡയഗ്നോസിസ് ഒക്കെ ആരാണ്? നമ്മുടെ ലൂയി പാസ്റ്റർ ആണ് ടി ബി വാസിലൈനൊക്കെ കണ്ടുപിടിക്കുന്നതും ഒക്കെ ചെയ്തത്. ദെൻ ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് ആരാണ്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. ഓക്കെ, which component is the main rigid layer of the bacterial cell wall? Bacterial cell wall inde rigid layer ഏതാണ്? Option A cellulose, B peptidoglycan, C chitin and D glycogen. Okay, bacterial cell wall inde rigid layer ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is peptidoglycan. Peptidoglycan ആണ് ബാക്ടീരിയയ്ക്ക് ആ ഒരു ഷേപ്പും റിജിഡിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗൽ സെൽ ആണെങ്കിൽ chitin നമുക്ക് പറയാം. Okay, അപ്പോൾ ബാക്ടീരിയൽ സെൽ വോളിന്റെ റിജിഡ് ലെയർ ഇസ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, ബാക്ടീരിയ ലാക്കിംഗ് എ സെൽ വോൾ ആർ. സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയയ്ക്ക് നമ്മൾ പറയുന്നത്, ഏത് ബാക്ടീരിയക്കാണ് സെൽ വോൾ ഇല്ലാത്തത്? ഓക്കെ, ബാസിലൈ, മൈക്കോപ്ലാസ്മ, കൊക്കൈ ആൻഡ് സ്പൈറോകിറ്റ്സ്. ഇതിനകത്ത് സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അത് നാച്ചുറലി അതിന് സെൽ വോൾ ലാക്കിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം സെൽ വോളിനെ അറ്റാക്ക് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ഉണ്ട്, നമ്മുടെ പെനിസിലിൻസ്, അതുപോലെ തന്നെ സെഫാലോസ്പോറിൻസ്, കാർബാപെനംസ്, ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ സെൽ വോളിന്റെ പ്രൊഡക്ഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽ വോളിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മൈക്കോപ്ലാസ്മയ്ക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല, നാച്ചുറലി അവർക്ക് സെൽ വോൾ ഇല്ല. അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന സെൽ വോൾ ലാക്ട് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദേ ആർ ഓൾ റെസിസ്റ്റന്റ് ടു ദം. ഓക്കെ, സോ ബാക്ടീരിയ ലാക്കിംഗ് എ സെൽ വോൾ ആർ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്താ കോസ് ചെയ്യുന്നത്? മെയിൻലി നിമോണിയ ആണ് മൈക്കോപ്ലാസ്മ. വോക്കിംഗ് നിമോണിയ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ നിമോണിയ, വോക്കിംഗ് നിമോണിയ ഒക്കെയാണ് ഈ പറയുന്ന മൈക്കോപ്ലാസ്മ മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജനൈറ്റൽ ഇൻഫെക്ഷൻസും കോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൈക്കോപ്ലാസ്മ നിമോണിയ ആണെങ്കിൽ ഈ പറഞ്ഞ നിമോണിയ, അതായത് എറ്റിപ്പിക്കൽ നിമോണിയ ഒക്കെ കോസ് ചെയ്യുന്നു. അതല്ലാതെ ജനൈറ്റാലിയം ഉണ്ട്, ഹോമിനസ് ഉണ്ട്, അങ്ങനെ കുറേ സ്പീഷീസസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൈക്കോപ്ലാസ്മ നിമോണിയ എന്ന് പറയുന്നത്. Next, which of the following is a surface structure that is used for attachment? അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, ബാക്ടീരിയ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചത് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓപ്ഷൻ എ ഫിംബ്രിയെ, ബി റൈബോസോം, സി ന്യൂക്ലിയോയിഡ് ആൻഡ് ഡി മീസോസോം. കറക്റ്റ് ആൻസർ എന്താണ്? ഫിംബ്രിയ ആണ് അല്ലെ. ഫിംബ്രിയ വെച്ചിട്ടാണ് ബാക്ടീരിയ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുവഴി എന്താണ്, ഇപ്പോൾ യൂറ്റിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെങ്കിൽ അവരെ യൂറിനറി ട്രാക്റ്റിൽ അറ്റാച്ച് ചെയ്യുകയും യൂറിന്റെ ഫ്ലഷിങ് ആക്ഷനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആ ഫിംബ്രിയ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈസിലി അത് വാഷ്ഡ് അവേ ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫിംബ്രിയയുടെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റാച്ച്മെന്റ്. ഓക്കെ, which antibiotic acts by inhibiting the cell wall synthesis? Okay, cell wall synthesis നെ inhibit ചെയ്യുന്ന antibiotic ഏതാണ്?
Option A tetracycline, B penicillin, C chloramphenicol and D erythromycin. ഇതിനകത്ത് ഏതാണ്? സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് പെനിസിലിൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പെൻസിലിൻ ആണ് സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെൽ വോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെൽ വോളിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയറിന്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൺ സിന്തസിസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്ടീരിയൽ സെൽ വോൾ വീക്കൺ ആവും ആൻഡ് അങ്ങനെ സെൽ വോൾ നശിച്ചു പോകും. ഓക്കെ, ഇന്നത്തെ ബാക്കി പറയുന്ന ടെട്രാസൈക്ലിൻസും ക്ലോറാംഫെനിക്കോൾ, എറിത്രോമൈസിൻ, ഈ മൂന്നെണ്ണം ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് പെൻസിലിൻ. പിന്നെ അത് കൂടാതെ വരുന്നതാണ് നമ്മുടെ കാർബാപെനംസ്, അതുപോലെ സിഫാലോസ്പോറിൻസ്. കാർബാപെനംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമിപെനം, മീറോപെനം അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് കാർബാപെനം. അപ്പൊ അതും സെൽ വോളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. Then cephalosporin like ceftriaxone, cefotaxime പോലെയുള്ള ഡ്രഗ്സ്. Then പെൻസിലിൻ, പെൻസിലിനകത്ത് പലതുണ്ട് അല്ലെ, ഓക്സാസിലിൻ ഉണ്ട്, അതുപോലെ തന്നെ കുറെ ഡ്രഗ്സ് ഉണ്ട്, മെത്തിസിലിൻ റെസിസ്റ്റന്റ് പെൻസിലിൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം എന്താണ്? സെൽ വോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരുടെ എക്സാമ്പിൾസ് ആണ് ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, എറിത്രോമൈസിൻ ഒക്കെ. പിന്നെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരുണ്ട്, ക്വിനലോൺസ്, ഫ്ലൂറോക്വിനലോൺസ് ഒക്കെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ്, അതായത് DNA ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, antimicrobial stewardship aims to option A increase the antibiotic use, B reduce misuse of antimicrobials, C replace vaccines and D promote the fungal growth. Okay, അപ്പോൾ antimicrobial stewardship എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സിന്റെ മിസ്യൂസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഫാർമസിയിൽ വെറുതെ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതെ ഒരു ഫീവർ, വൈറൽ ഫീവർ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അതായത് ഈ മിസ്യൂസ്, ഇങ്ങനെയുള്ള മിസ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിമൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത്. Okay, antimicrobial stewardship aims to reduce the misuse of antimicrobial. നമുക്കറിയാം ആന്റിബയോട്ടിക്സ് മിസ്യൂസ് ചെയ്ത് എന്താ പറ്റുന്നത്? റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക്സ് ഫർദർ നമുക്ക് പേഷ്യൻസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രോബ്ലം ആണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആന്റിമൈക്രോബിയൽ stewardship വർക്ക് ചെയ്യുന്നത്. Okay, it ensures that the antimicrobials are used responsibly to slow the resistance. Okay. A pure culture contains, ഒരു pure culture എന്തുണ്ട്? One type of microorganism only, many species of bacteria, only viruses, dead cells only. Okay, അപ്പം pure culture എന്താ ഉള്ളത്? ഒറ്റ ടൈപ്പ് ഓർഗാനിസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒത്തിരി ഓർഗാനിസം ഉണ്ടായാൽ നമ്മൾ മിക്സ്ഡ് കൾച്ചർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം പ്യുവർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റ മൈക്രോ ഓർഗാനിസം മാത്രം ഉള്ളതിനെ നമ്മൾ പ്യുവർ കൾച്ചർ എന്ന് പറയും. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ മൈക്രോബിയൽ ടൈപ്പ്. ഓക്കെ, gram stain is classified as, gram stain എന്ത് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ്? സിമ്പിൾ സ്റ്റെയിൻ, ഡിഫറൻഷ്യൽ സ്റ്റെയിൻ, നെഗറ്റീവ് സ്റ്റെയിൻ, സ്പെഷ്യൽ സ്റ്റെയിൻ ഉള്ളി. ഓക്കെ, അപ്പൊ സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് ഒരു സിംഗിൾ ഡൈ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒരു കളർ കൊടുക്കുക, അത്രേ ഉള്ളൂ സിമ്പിൾ സ്റ്റെയിൻ്റെ ഫംഗ്ഷൻ. ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഗ്രാം സ്റ്റെയിൻ ആണ്, ഗ്രാം സ്റ്റെയിൻ്റെ ആൻസർ ആണ് ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. ഓക്കെ, അപ്പം ഡിഫറൻഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഗ്രാം സ്റ്റെയിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, വെദർ ഇറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ്. അനദർ എക്സാമ്പിൾ ഫോർ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. ആസിഡ് ഫാസ്റ്റ് ആണോ നോൺ ആസിഡ് ഫാസ്റ്റ് ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ് ആണ് ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ക്യാപ്സ്യൂൾ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നെഗറ്റീവ് സ്റ്റെയിൻ. ദെൻ സ്പെഷ്യൽ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഗ്രാന്യൂൾസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട്, അതുപോലെ സ്പോർട്സ് ഡിറ്റക്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ സ്പെഷ്യൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ആൽബർട്ട് സ്റ്റെയിൻ, പോണ്ട സ്റ്റെയിൻ, അങ്ങനെയുള്ള സ്റ്റെയിൻസ് ആണ് സ്പെഷ്യൽ സ്റ്റെയിൻസിനകത്ത് വരുന്നത്. Which microscope use light to view specimens with better contacts in thick living cells? Okay, ഏത് മൈക്രോസ്കോപ്പിലാണ് നമ്മൾ ഈ ലൈറ്റ് യൂസ് ചെയ്തിട്ട് സ്പെസിമെൻസിനെ വിഷ്വലൈസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, സെം ആൻഡ് ടെം. ഓക്കെ, ഇതിനകത്ത് ഈസി ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആണ് നമുക്ക് എന്താണ് സ്പെസിമെൻസിനെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ലൈവ് സ്പെസിമെൻസിനെ നമുക്ക് സ്റ്റെയിൻ പോലും ചെയ്യാതെ നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഓഫ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ബാക്കിയുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെമ്മും ടെമ്മും ഇലക്ട്രോണിന്റെ വേരിയൻസ് ആണ് അല്ലേ. സെം എന്ന് പറയുമ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ടെം എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം which microscope use lights to view specimens with better contrast in thick living cells നെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ കോൺട്രാസ്റ്റ് വിത്തൗട്ട് സ്റ്റെയിനിങ്. ഓക്കെ, fluorescent microscopy works by using option A heat, B fluorescent dyes, C sound waves and D magnetic field. Okay, fluorescent microscopy എന്ത് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഫ്ലൂറസെന്റ് ഡൈ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പം ഫ്ലൂറസെന്റ് ഡൈസ് എന്താ പറയാ എക്സൈറ്റേഷൻ കഴിയുമ്പോൾ ഇറ്റ് എമിറ്റ്സ് ലൈറ്റ്, അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Stationary phase occurs when cells divide at a maximum rate, nutrients are exhausted and waste accumulates, no cells are present, cells are dormant only. Okay, stationary phase എപ്പോഴാണ് നടക്കുന്നത്? ന്യൂട്രിയൻസ് എല്ലാം കുറഞ്ഞിട്ട് വേസ്റ്റ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ടൈമിലാണ് സ്റ്റേഷനറി ഫേസ് നടക്കുന്നത്. ഓക്കെ, സോ ഗ്രോത്ത് സ്ലോസ് ബിക്കോസ് ന്യൂ സെൽസ് ഈക്വൽസ് ദ ഡൈയിങ് സെൽസ്. ഓക്കെ, പുതിയതായിട്ട് ഉണ്ടാവുന്ന സെൽസും ഡെഡ് ആവുന്ന സെൽസും തമ്മിലൊരു ഇക്വിലിബ്രിയം അവിടെ കുറച്ച് നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ഫേസ് occurs when the nutrients are exhausted and the waste accumulates. ATP is best described as, എന്താണ് ATP? A structural lipid, high energy compound, a waste product, nucleic acid base only. എന്താണ് ATP? ATP നമുക്കെല്ലാം അറിയാം അല്ലേ, ഒരു എനർജി കറൻസി ഓഫ് ദ സെൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഹൈ എനർജി കോമ്പൗണ്ട് ആണ് ATP എന്ന് പറയുന്നത്. ഓക്കെ, TCA cycle is also called as, എന്താണ് TCA cycle is also known as Calvin cycle, Krebs cycle, glyoxylate cycle and urea cycle. ഈസി ആണ് അല്ലേ. TCA cycle മറ്റൊരു പേരാണ് എന്ത്? Krebs cycle. Okay, TCA cycle is also known as Krebs cycle. Which of the following is a part of the innate immunity? Innate immunity യുടെ ഭാഗം ഏതാണ്? Innate immunity എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജനിച്ചപ്പോൾ തൊട്ടേ കിട്ടിയ അല്ലേ, ജനിച്ചപ്പോൾ തൊട്ടേ നമുക്കുള്ള ഇമ്മ്യൂണിറ്റിനെയാണ് innate immunity എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് innate immunity ഏതാണ്? Antibody production, B memory cells, C clonal skin barrier, then D clonal selection. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം, അതായത് സ്കിൻ ബാരിയർ ആണ്. സ്കിൻ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഇതാണ് അല്ലേ, അതായത് അകത്തേക്ക് നമുക്ക് പത്തോജൻസിനൊന്നും ഈസി ആയിട്ട് എൻ്റർ ചെയ്യാതെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കുന്നതാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആന്റിബോഡി പ്രൊഡക്ഷൻ, മെമ്മറി സെല്ല്, ക്ലോണൽ സെലക്ഷൻ ഒക്കെ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. നമുക്കറിയാം ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ് അല്ലേ. നമുക്ക് ലൈഫിൽ നമുക്ക് ഇൻഫെക്ഷൻ വഴിയോ വാക്സിനേഷൻ വഴിയോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ ആന്റിബോഡി പ്രൊഡക്ഷൻ, അതിന്റെ ഭാഗമായിട്ടുള്ള മെമ്മറി സെൽസ്, ദെൻ ക്ലോണൽ സെലക്ഷൻ ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് സ്കിൻ ബാരിയർ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ഫിസിക്കൽ ബാരിയർ. Then antigens are substances that, option A, destroy all the cells, trigger immune response, always cause disease and are found only in bacteria. Antigens എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സെൽസിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനമല്ല ആന്റിജൻസ് അല്ലേ. ദെൻ എപ്പോഴും നമുക്ക് ആന്റിജൻസ് നമ്മുടെ ബോഡിയിൽ എത്തി അസുഖം ഉണ്ടാക്കത്തില്ല അല്ലേ. സർട്ടൻ ടൈപ്സ് ഓഫ് ആന്റിജൻസ് ആണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. ബാക്ടീരിയയിൽ മാത്രമാണ് ആന്റിജൻസ് കാണുന്നത്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ല അല്ലേ. എന്തൊരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആന്റിജൻ എന്ന് പറയാം. ഓക്കെ, ലൈക്ക് നമ്മുടെ സ്നേക്കിന്റെ വെനം വരെ ആന്റിജൻ ആണ്. ഓക്കെ, അപ്പം ആന്റിജൻസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ട്രിഗർ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂൺ റെസ്പോൺസിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിജൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആന്റിബോഡി അല്ലെങ്കിൽ T സെൽ റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. Then an Ames test is used to detect. Ames test നമ്മൾ എന്തിനാണ് ഡിറ്റക്ട് ചെയ്യുന്നത്?
അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ, ബി മ്യൂട്ടാജെനസിറ്റി, സി ആന്റിബയോട്ടിക് പൊട്ടൻസി ആൻഡ് ഡി pH ചേഞ്ചസ്. ഓക്കെ, എമീസ് ടെസ്റ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? മ്യൂട്ടാജെനസിറ്റി അറിയാനാണ്. ഓക്കെ, അപ്പൊ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് പ്രസന്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആമീസ് ടെസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സാൽമണലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, transduction is mediated by option A ribosome, bacteriophage, mitochondria and capsule. Okay, transduction നടത്തുന്നത് ആരാണ്? ഓപ്ഷൻ ബി ബാക്ടീരിയോഫേജസ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ട്രാൻസ്ഫർ ദ ബാക്ടീരിയൽ DNA. ഓക്കെ, ബാക്ടീരിയൽ DNA-നെ ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യും? ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Okay, but transduction is mediated by bacteriophages. And the bacteriophages, a virus that infect bacteria. Bacteria ne infect cheyan kazhivulla virus neയാണ് നമ്മൾ bacteriophage എന്ന് പറയുന്നത്. Okay, then plasmids are എന്താണ് plasmids? They are ribosomal RNA, extra chromosomal DNA, cell wall polymers, membrane proteins. Okay, എന്താ plasmid എന്ന് പറയുന്നത്? It is an extra chromosomal DNA molecule which are self-replicating. അതിന് തന്നെത്താനെ replicate ചെയ്യാനുള്ള കഴിവുമുണ്ട്. Okay, plasmids are extra chromosomal DNA molecules. Then, bacterial chromosome is usually option A linear and inside a nucleus, B circular and single-stranded, C circular and double-stranded, D multiple chromosomes always. Okay, bacterial chromosome എങ്ങനെയാണ്? Circular ആണ്, double-stranded ആണ്. Okay, most of the bacteria have a single circular double-stranded chromosome. Okay. Then, type 4 hypersensitivity is, നമുക്കറിയാം 4 type of hypersensitivity ഉണ്ട്. 1, 2, 3, 4. Okay, ഇതിനകത്ത് 1 എന്ന് പറയുന്നത് IgE mediated ആണ്. Okay, 1 is IgE mediated. 2 എന്ന് പറയുന്നത് IgG അല്ലെങ്കിൽ rarely IgM ആണ് അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ്, അതായത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് ടൈപ്പ് 3 റെസ്പോൺസ് വരുന്നത്. ടൈപ്പ് 4 എന്ന് പറയുന്നതാണ് T സെൽ അല്ലെങ്കിൽ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ജെൽ ആൻഡ് കുംസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. അതല്ലാതെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ, അതായത് ഇമ്മീഡിയറ്റും ഉണ്ട് ഡിലേഡും ഉണ്ട്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വരികയാണ്, അതിന് ഇമ്മീഡിയറ്റ് എന്ന് പറയും. ഡിലേഡ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് മാത്രമേ വരത്തുള്ളൂ, 2-3 ദിവസമൊക്കെ എടുക്കും. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞ 3 അതായത് ടൈപ്പ് 1, 2, 3 ഈ 3 ഇമ്മീഡിയറ്റ് ടൈപ്പും 4മത്തത് മാത്രം ഡിലേഡ് ടൈപ്പും ആണ്. ഓക്കെ, പിന്നെ ഡിലേഡ് ടൈപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഇസ് T സെൽ മീഡിയേറ്റഡ്. ബാക്കിയെല്ലാം എന്താണ്? ആന്റിബോഡീസ് ഇൻക്ലൂഡഡ് ആണ്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് വരുന്നത്. ടൈപ്പ് 4 മാത്രമാണ് T സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് കാണിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കിൻ ടെസ്റ്റ് ഉണ്ടല്ലോ. ട്യൂബർകുലോസിസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്, അത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഓക്കെ, type 1 hypersensitivity is associated with, type 1 എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓപ്ഷൻ എ ഡിലൈഡ് സെല്ലുലാർ റെസ്പോൺസ് only, ഓപ്ഷൻ ബി IgE mediated allergy, C immune complex disease and D autoimmune destruction only. Okay, type 1 എന്ന് പറയുന്നത് ഏതാണ്? IgE mediated allergy ആണ് അല്ലേ. IgE എന്താ ചെയ്യുന്നത്? മാസ്റ്റ് സെല്ലിന്റെ സർഫസിൽ പോയിരുന്ന് അതിനെ ഡീഗ്രാനുലേറ്റ് ചെയ്യും. ഈ ആന്റിജൻ വന്നു കഴിയുമ്പോൾ മാസ്റ്റ് സെല്ലിന്റെ സർഫസിൽ പോയിരിക്കുകയും അതിനെ ഡീഗ്രാനുലേറ്റ് ചെയ്യുകയും ഹിസ്റ്റമൈൻ, സെർട്ടോണിൻ പോലെയുള്ള മീഡിയേറ്റേഴ്സ് റിലീസ് ആവുകയും നമുക്ക് ഇച്ചിങ്, എർത്തീമ, വാസോ ഡൈലറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ IgE മീഡിയേറ്റഡ് അലർജിയുടെ എക്സാമ്പിൾ ആണ് നമുക്ക് ഡസ്റ്റ് അലർജി, പൊടി അലർജി ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ പോളൻ അലർജി, പോളൻ ഗ്രെയിൻസിനോട് അലർജി, പിന്നെ ഡ്രഗ് അലർജി ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രഗ് അലർജി. ഓക്കെ, അപ്പം ഓരോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് പഠിക്കുമ്പോഴും അതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, എന്ത് മീഡിയേറ്റ് ചെയ്താൽ ടൈപ്പ് 1 IgE ആണ്, ടൈപ്പ് 2 IgG ആണ്, C എന്ന് പറയുന്ന ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആണ്, D എന്ന് പറയുന്നത് T സെൽ മീഡിയേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. Then monoclonal antibodies are produced from
Option A, mixed serum, a single clone of cells, red blood cells, plasma only. Okay, monoclonal antibodies എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഒറ്റ ക്ലോൺ ഓഫ് സെല്ലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ they are the identical antibodies from one clone. ഒരു ക്ലോണിൽ നിന്നുള്ള ഐഡന്റിക്കൽ ആന്റിബോഡീസ് ആണ് ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, MHC is important for. MHC യുടെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്താ MHC യുടെ ഇമ്പോർട്ടൻസ്? ഓപ്ഷൻ എ, ആന്റിജൻ പ്രസന്റേഷൻ, സെൽ വോൾ സിന്തസിസ്, സ്പോർ ഫോർമേഷൻ, ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ MHC എന്ന് പറഞ്ഞാൽ എന്താണ്? മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റബിലിറ്റി കോംപ്ലക്സ് ആണ് MHC എന്ന് പറയുന്നത്. അപ്പം ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രസന്റ് ചെയ്യാൻ, നമ്മുടെ T സെൽസിലേക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈ MHC വേണം. MHC ആയിട്ട് അപ്രോപ്രിയേറ്റ്, അതായത് MHC 1 ഉണ്ട് 2 ഉണ്ട്, അതുമായിട്ട് അപ്രോപ്രിയേറ്റ്ലി ബൈൻഡ് ചെയ്തിട്ട് ഈ MHC ആണ് ഈ ആന്റിജനെ എന്ത് ചെയ്യുന്നത്? T സെൽസിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് T സെൽ തീരുമാനിക്കും ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വേണോ, സെൽ മീഡിയേറ്റഡ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ T സെൽസ് എന്നിട്ട് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ MHC എന്ന് പറയുന്നത് ആന്റിജനിക് പ്രസന്റേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് MHC present the antigen fragments to T cells. Then complement system is involved in. complement systemത്തിന് എന്താണ് അതായത് എന്തിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ, photosynthesis, B, immune defense, C, replication, DNA replication, and D, protein folding. ഓക്കെ, ഇതിനകത്ത് കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് എന്താണ് ഫംഗ്ഷൻ? ഓപ്ഷൻ ബി, ഇമ്മ്യൂൺ ഡിഫൻസ് ആണ് അല്ലേ? അപ്പൊ കോംപ്ലിമെന്റ് എന്താ ചെയ്യുന്നത്? ഓപ്സണൈസേഷൻ, ഇൻഫ്ലമേഷൻ, ലൈസിസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കോംപ്ലിമെന്റ് സിസ്റ്റം. അതിനകത്ത് കുറെ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്റ് സിസ്റ്റം ഇസ് ഇൻവോൾവ് ഇൻ ഇമ്മ്യൂൺ ഡിഫൻസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.